ഹലോ എവ്രിവൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു വലിയ പാത്രത്തിലേക്ക് ബട്ടർ മിൽക്ക് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ആണ്, അത് 250 ഗ്രാം. ചിക്കനും ഇട്ടിട്ട് സോൾട്ട് ഇടാം. ഉപ്പ് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചിക്കന്. അപ്പം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ആക്കി വെക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഇടാം, ഞാനിതിൽ ചേർക്കുന്നില്ല. കുറച്ച് സ്പൈസി കൂടാൻ വേണ്ടിയിട്ട് റെഡ് ചില്ലി ഫ്ലേക്സും റെഡ് ചില്ലി പൊടിയും പെപ്പർ പൊടി ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ആക്കി വെക്കുന്നതാണ്. ഗരം മസാല പൊടി ജീരകപ്പൊടി ഒക്കെ ഇടാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇടാം. ഇത് ഉപ്പ് കുറച്ചധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉപ്പ് കുറച്ചൊരു കുറവ് പോലെ തോന്നും. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. കോട്ടിംഗ് എന്ന് പറയുന്നത് 1 മണിക്കൂർ കഴിഞ്ഞാൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് മൈദ മാത്രമേ. ഇപ്പോൾ മൈദക്കോത്ത് നിങ്ങൾക്ക് ഫ്ലേവേഴ്സ് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പും റെഡ് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇടാം. ഇത് ഞാൻ പ്ലെയിൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത്, കാരണം ഞാൻ കോട്ടിങ്ങിന് മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ലോണം തന്നെ എല്ലാ ഐറ്റംസും കൂടി മസാലപ്പൊടികൾ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഇങ്ങനെ കൈ കൊണ്ട് അമർത്തിയാൽ ആ ഒരു ലുക്ക്, ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ലുക്ക് കിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഇത് മാരിനേറ്റ് അല്ല പൊടികളൊക്കെ മൈദക്കോട്ട് നല്ലോണം കോട്ട് ചെയ്ത് വെച്ചിട്ട് തണുത്ത വെള്ളത്തിലാണ് ഞാൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമാണ് മൈദക്കോത്ത് ഇത് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ചിക്കൻ സ്ട്രിപ്സും ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നതാണ്. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നല്ലോണം ചൂടായ ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പം നല്ലോണം ചൂടാകണം. എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓരോ സ്ട്രിപ്പ് മാരിനേറ്റ് ആക്കി വെച്ചതുണ്ടല്ലോ, അത് ഓരോ സ്ട്രിപ്പ് ഇടുമ്പം മീഡിയം ടു ലോ ഹൈ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. എന്നാലേ ഉള്ളിൽ നല്ലോണം ചിക്കൻ കുക്ക് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ ചിക്കൻ അത് നല്ല രീതിയിൽ കുക്ക് ചെയ്യില്ല. പിന്നെ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഫ്രൈ ആവില്ല. അപ്പോൾ ക്രിസ്പി ചിക്കൻ ഫ്രൈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ചൂടോടെ കൊടുക്കണമെങ്കിൽ ഫ്രൈ ചെയ്ത പാടനെ സെർവ് ചെയ്യാം.